വെള്ളത്തിന്റെ ബില്ല് കണ്ട് ഞെട്ടി പാലക്കാട്ടെ ഒറ്റപ്പാലം മാന്നന്നൂർ നിവാസികൾ 10,000 രൂപ മുതൽ 85,000 രൂപ വരെ ഭീമമായ തുകയാണ് നാട്ടുകാർക്ക് വെള്ളത്തിന്റെ ബില്ലായി ലഭിച്ചത്. ജനുവരിയിൽ ജൽജീവൻ മിഷന്റെ കണക്ഷൻ എടുത്തവർക്കാണ് ഭീമമായ തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ബില്ല് ലഭിച്ചത്. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി. പരിശോധിച്ച് വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റിയും പറഞ്ഞു. ഞങ്ങളൊരു വർഷത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഫസ്റ്റ് ഒരു ബില്ലാണ്. ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് 74 രൂപ എന്തോ ആദ്യത്തെ ബില്ല് വന്നത്. രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് 55,000 പ്ലസ്, എനിക്ക് കൃത്യം ഓർമ്മയില്ല, അത്രയും വന്നിട്ടുണ്ട്. ഞങ്ങൾ കൃത്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വെള്ളം ബോർവെല്ലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഒരു മാസം കൃത്യമായിട്ട് ഈ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് കൃത്യം ഒരു മാസമാണ്. അല്ലാത്തപ്പോൾ മുഴുവനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ലേശമൊക്കെ എടുക്കുന്നല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ്. ഈ വെള്ളത്തെ അധികം ഉപയോഗിക്കാറില്ല ഈ വെള്ളം ഞങ്ങൾ. പക്ഷെ വന്നിരിക്കുന്ന ബില്ല് ഇതാണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു. സാജിദ്, എന്തുകൊണ്ടാണ് ഇത്രയും ഭീമമായ ബില്ല് വന്നത്? അജിൻസ്, ഈ ജനുവരിയിലാണ് ജലജീവൻ മിഷന്റെ ഈ കണക്ഷൻ എടുത്ത ആളുകൾക്ക് ഇപ്പോൾ ഇത്രയും ഭീമമായ ബില്ല് വന്നത്. 2 മാസത്തെ ബില്ലാണ്. ആദ്യ ഗഡുവായി അധിക ആളുകൾക്കും 80 രൂപയിൽ താഴെ ബില്ലാണ് വന്നത്. 75 രൂപ, 74 രൂപ ഈ രീതിയിലായിരുന്നു. പക്ഷെ ഈ 2 മാസത്തെ ബില്ലാണ് ഇത്രയധികം. അത് 10,000 മുതൽ 85,000 രൂപ വരെ പലർക്കും ബില്ല് വന്നിട്ടുണ്ട്. ഇത് വാട്ടർ അതോറിറ്റിയുമായി സംസാരിക്കുമ്പോൾ സാങ്കേതിക പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ വെള്ളം വരാതെ എയർ മാത്രം പൈപ്പിലൂടെ വരുന്നതും ഒരുപക്ഷെ റീഡ് ചെയ്യുന്നുണ്ടാകാം, അതായിരിക്കാം ഇങ്ങനെ വന്നത് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അടിയന്തരമായി പണം അടച്ചില്ലെങ്കിൽ ഈ കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു നടപടിയിലേക്ക് പോവില്ല. ഇത്രയും ബില്ലിന്റെ കാര്യത്തിൽ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി സാജിദ്.